നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ആദ്യ റിപ്പോർട്ടിലേക്ക്. പാക് സേനയുടെയും ഭീകരരുടെയും തുടർച്ചയായ പ്രകോപനങ്ങളിൽ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള കപ്പൽ ഗതാഗതവും പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസും നിർത്തിവെക്കാനാണ് ഇന്ത്യൻ നീക്കം. അതിർത്തിയിൽ പാക് സേനയുടെ പ്രകോപനത്തിന് സുരക്ഷാ സേന കനത്ത തിരിച്ചടി നൽകി. ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ നേർക്കുനേർ ഇന്ത്യ പാക് നാവികസേനകൾ നിലയുറപ്പിച്ചതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ന് പുറത്തുവന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷം രൂക്ഷമായിരിക്കെ അറബിക്കടലിൽ മുഖാമുഖം നിൽക്കുകയാണ് ഇന്ത്യ പാക് നാവികസേനകൾ. ഗുജറാത്ത് തീരത്തിന് 85 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇന്ത്യയുടെ നാവികാഭ്യാസം. കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് പാക് പടക്കപ്പലുകളുടെയും അഭ്യാസ പ്രകടനമെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തം. അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുപ്വാര, ഉറി, അക്നൂർ സെക്ടറുകളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വീണ്ടും വെടിയുതിർത്തു. പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകി. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാർത്താ വിഭാഗമായ IPSRന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലും പാകിസ്ഥാൻ നടന്മാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഇന്ത്യ നിരോധിച്ചു. പാകിസ്ഥാനുമായുള്ള കപ്പൽ ഗതാഗതം ഇന്ത്യ നിർത്തിവെക്കും. പോസ്റ്റൽ സർവീസ് നിർത്താനും ആലോചനയുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്കായി വ്യോമപാത അടച്ച സാഹചര്യത്തിൽ മറ്റ് സാധ്യതകൾ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ലേ ഹിന്ദുക്കുഷ് വ്യോമപാതയുടെ സാധ്യത പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 26 നിരപരാധികളെ കൊന്ന ഭീകരരെ പിടികൂടാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് അവരെ ജീവനോടെ പിടികൂടുകയാണ് പ്രധാനം എന്നാണ് മറുപടി. ഏറെ വൈകാതെ പഹൽഗാമിന് ചുറ്റുമുള്ള വനമേഖലയിൽ നിന്നും ആ ശുഭവാർത്ത പ്രതീക്ഷിക്കാം. അനന്ത്നാഗിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഭീകരവാദം അവസാനിക്കുന്നതുവരെ വിശ്രമിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാം ആക്രമണത്തിന് തക്കതായ മറുപടി നൽകും. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ല. ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. देश की इंच इंच भूमि पर से आतंकवाद को मूल समेत उखाड़ने का हमारा संकल्प है और वो सिद्ध होकर रहेगा. और इस लड़ाई में न केवल 140 करोड़ भारतीय, पूरी दुनिया भारत के साथ खड़ी है. लामबंद होकर सभी दुनिया के देश एक मुश्त होकर आतंकवाद के खिलाफ ये लड़ाई में भारत की जनता के साथ खड़े हैं. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് സുപ്രീം കോടതി പറഞ്ഞു. ഈ സമയത്ത് സേനയുടെ മനോവീര്യം കെടുത്തുകയാണോ എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ഹർജിക്കാരോട് ചോദിച്ചു. സുപ്രീം കോടതി വിമർശിച്ചതോടെ ഹർജി പിൻവലിച്ചു. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ അതിർത്തി അടച്ച് പാകിസ്ഥാൻ. നിരവധി പാക് പൗരന്മാരാണ് സ്വന്തം രാജ്യത്തേക്കുള്ള പ്രവേശനവും കാത്ത് അട്ടാരിയിലും വാഗയിലുമായി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. പൗരന്മാർക്ക് മുന്നിൽ വാതിലടച്ച പാക് സർക്കാർ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ കൂട്ടിയിട്ടുമുണ്ട്. പാകിസ്ഥാൻകാർക്ക് മടങ്ങാൻ ഇന്ത്യ അനുവദിച്ച സമയം കഴിഞ്ഞതാണ്. എന്നിട്ടും വാഗ അതിർത്തിയിലെത്തുന്ന പാക് പൗരന്മാർക്ക് പോകാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. പക്ഷേ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ പാകിസ്ഥാൻ അതിർത്തി വാതിൽ അടച്ചു. ഇതോടെ അതിർത്തിയിൽ ഇനി എന്തെന്നറിയാതെ പാക് പൗരന്മാർ കുടുങ്ങി. ये लोग सही जवाब नहीं दे रहे. सुबह से पागल बना रहे. 6 बजे से मैं यहाँ आई हूँ. कभी कह रहे हैं 10 बजे खुलेगा, कभी कह रहे हैं 12 बजे, कभी 1 बजे, कभी 3 बजे, कभी 2 बजे. मैं पागल हो गई हूँ. अब कह रहे हैं वापस जाएं, बॉर्डर नहीं खुलेगा, बंद है. बताएं सुबह 6 बजे से आए हैं. ये तो इन्हीं से पूछे ना क्यों बंद है. അതേസമയം ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദിന് രക്ഷാകവചം ഒരുക്കുകയാണ് പാകിസ്ഥാൻ. പഹൽഗാം അടക്കം ഇന്ത്യയിലെ പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. ഇയാളുടെ ജീവനെടുക്കാൻ ഇന്ത്യൻ ഏജന്റുമാർ എത്തുമെന്ന് ഭയക്കുകയാണ് പാകിസ്ഥാൻ. സൈന്യവും ISIയും ലഷ്കർ ഭീകരരും ചേരുന്ന വൻ സുരക്ഷാ വലയം ലാഹോറിലെ വീടിന് ചുറ്റുമുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. ലാഹോറിനും ഇസ്ലാമാബാദിനും മുകളിൽ നാളെ വരെ വിമാനയാത്ര വിലക്കി. അതേസമയം പാക് ചാര സംഘടനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ
മുഹമ്മദ് അസീം മാലിക്കിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതലയും പാകിസ്ഥാൻ നൽകി. 2022 മുതൽ ഈ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. കശ്മീരിൽ ആക്രമണം നടത്തിയ TRF എന്ന ഭീകര സംഘടനയുടെ പേര് UN പ്രമേയത്തിൽ നിന്ന് വെട്ടിയത് പാകിസ്ഥാൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞു. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലായിരുന്നു വിവാദ പ്രസ്താവന. 24 ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 3D മാപ്പിംഗ് തയ്യാറാക്കാൻ NIA. ഭീകരരുടെ കൃത്യമായ ദൃശ്യവൽക്കരണം 3D മാപ്പിംഗിലൂടെ സാധ്യമാകും. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തും. ഉപഗ്രഹ ചിത്രങ്ങൾ, അന്വേഷണ സംഘം ചിത്രീകരിച്ച പുൽമേടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയ സാങ്കേതിക ഡാറ്റകൾ എന്നിവയുമായി ചേർത്താണ് 3D മാപ്പിംഗ്. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മാപ്പിംഗ് തയ്യാറാക്കുന്നത്. ആളുകളെ ആക്രമണമുണ്ടായ മേഖലയിലേക്ക് എത്തിക്കാതെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയും. NIA ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് 3D മാപ്പിംഗ് തയ്യാറാക്കുന്നത്. തിരിച്ചടിക്കാൻ സേനാ മേധാവികൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതിനു പിന്നാലെ പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്തുണ തേടി. സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി സംസാരിച്ചു. അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്നും അമേരിക്ക ഉറപ്പു നൽകി. തുടർ നടപടികളും നീക്കങ്ങളും ചർച്ച ചെയ്യാൻ നിർണായക യോഗങ്ങൾ ഡൽഹിയിൽ തുടരും. വ്യോമമേഖലയിൽ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇന്ത്യ കടന്നേക്കും. നിലവിലെ സുരക്ഷ, സൈനിക നീക്കം, പെഹൽഗാം ഭീകരാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലെ തുടർ നടപടികൾ എന്നിവ നിരീക്ഷിക്കാൻ രാജ്യതലസ്ഥാനത്ത് നിർണായക യോഗങ്ങളും കൂടിക്കാഴ്ചകളും തുടരും. വ്യോമമേഖലയിൽ ഏർപ്പെടുത്തിയ വിലക്കിനപ്പുറം പാകിസ്ഥാനെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം. വിനീത VG 24 ഡൽഹി. ഇനി മറ്റു വാർത്തകളിലേക്ക്. വിഴിഞ്ഞം വിജയം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയിലാണ് തലസ്ഥാന നഗരം. ചിറക് വിടർത്തിയ വിഴിഞ്ഞം ഇനി പറക്കും. ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. ഇന്ന് വൈകിട്ട് തലസ്ഥാനത്തെത്തുന്ന മോദി രാജ്ഭവനിലാകും തങ്ങുക. രാവിലെ 10:15 പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തേക്ക് പോകും. 10:30 വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി MSC സെലസ്റ്റീനോ മരസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും. തുടർന്ന് തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തി. ഇന്നലെ മുതൽ വിഴിഞ്ഞത്തും പരിസരത്തും പോലീസ് വിന്യാസമുണ്ട്. നഗരത്തിലുൾപ്പെടെ 1000-ഓളം പോലീസുകാരെ വിന്യസിക്കും. 10,000-ഓളം പേരെയാണ് ഉദ്ഘാടന ചടങ്ങിന് പ്രതീക്ഷിക്കുന്നത്. പൊതുജനത്തിന് ചടങ്ങ് വീക്ഷിക്കാൻ വലിയ LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി വിവാദം മുറുകുകയാണ്. പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കുന്നതിലാണ് മുന്നണികളുടെ വാക്പോര്. വൈകി വന്ന ക്ഷണം നിരസിക്കുകയാണെന്നും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക്? ഇതേ ചൊല്ലി വിവാദങ്ങൾ അലയടിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ ക്രെഡിറ്റ് LDF തട്ടിയെടുക്കുന്നുവെന്നാണ് UDF പരാതി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കൊടുക്കാനും വാങ്ങാനും പറ്റുന്നതല്ല, അത് ജനങ്ങൾ നൽകേണ്ടതാണ്. വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഉമ്മൻചാണ്ടിയെ മാറ്റാൻ ഒരു ഭരണാധികാരിക്കും പറ്റില്ല. ഉമ്മൻചാണ്ടിനെ അഴിമതിയിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമുണ്ട്. ഞാനതിന് ദൃക്സാക്ഷിയാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്യലും കുഴപ്പമൊന്നുമില്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട അതൃപ്തിയും UDF മറച്ചുവെക്കുന്നില്ല. വിഴിഞ്ഞത്തേക്ക് ഇല്ലെന്ന് ആവർത്തിക്കുകയാണ് VD സതീശൻ. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല, നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും, ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ്
നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ LDFന്റെ നിശ്ചയദാർഢ്യമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ. അതേസമയം വിഴിഞ്ഞത്ത് പദ്ധതിയിൽ അവകാശവാദം ഉന്നയിച്ചുള്ള ഫ്ലക്സുകളും നിരന്നു. വാക്കുപാലിച്ചെന്ന് CPIM. ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങളുമായി കോൺഗ്രസ്. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച BJPയും വിഴിഞ്ഞത്ത് ഫ്ലക്സുകൾ നിരത്തി. 24 തിരുവനന്തപുരം. ഗായകൻ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനമന്ത്രി AK ശശീന്ദ്രനും ഉദ്യോഗസ്ഥരും രണ്ടു തട്ടിൽ. കേസ് സ്വാഭാവികമെന്ന മുൻനിലപാട് തിരുത്തിയ വനമന്ത്രി കേസിൽ വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിച്ചു. കേസിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി നിരീക്ഷണവും വനം വകുപ്പിന് തിരിച്ചടിയായി. വേടൻ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മലക്കം മറിഞ്ഞ വനം മന്ത്രി രംഗത്തെത്തിയത്. വേടൻ രാഷ്ട്രീയ ബോധമുള്ള കലാകാരനാണ്. കേസെടുത്ത നടപടി അന്വേഷിക്കാൻ വനം മേധാവിയെ നിയോഗിച്ചെന്നും AK ശശീന്ദ്രൻ. വേടൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് അതിയായ താല്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, വലിയ സംഗീത വിദഗ്ധനാണ്, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. വേടന്റെ കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. പുലിപ്പല്ല് കേസിൽ വേടനെതിരെ നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ട്യാ വനംവകുപ്പിന് കുറ്റം തെളിയിക്കാനായില്ല. പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണ്. വേടനെതിരെ സമാനമായ മറ്റു കേസുകളുമില്ല. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ആദ്യം പുലിപ്പല്ല് കൊണ്ട് പുലിവാല് പിടിച്ചത് വേടനായിരുന്നു. എന്നാൽ കേസിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് വനം വകുപ്പാണ്. പിന്നോട്ടു പോവുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല വിമർശനങ്ങൾ ഒഴിവാക്കാൻ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. സമൂഹത്തിൽ രണ്ടു തരം നീതിയെന്ന രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസ് വഴിവെച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ വനംവകുപ്പ് നടപടിയെ തള്ളി രംഗത്തെത്തിയതോടെ വേടന് പിന്തുണയുമേറി. ഇരട്ട നീതി എന്നത് യാഥാർത്ഥ്യമായി എന്നായിരുന്നു വേടന്റെ പ്രതികരണം. പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അത് ചോറക്കത്തിനുള്ള ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും VIP-കൾക്കും റാപ്പർ വേടനും രണ്ടു തരം നീതിയോ? പുലിപ്പല്ല് കൈവശം വെച്ചതിൽ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെ ഉയർന്ന ചോദ്യത്തിന് വേടൻ തന്നെ മറുപടി പറയുകയാണ്. കഞ്ചാവ് കേസിൽ വേടനെ കുറ്റപ്പെടുത്തിയവർ ഉൾപ്പെടെ പുലിപ്പല്ല് കേസിൽ പിന്തുണയുമായി എത്തി. വിഷയം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറിയപ്പോൾ പിന്തുണയേറി. പിന്നെ പുലിന്റെ നഖവും മറ്റേ പല്ലും എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയുണ്ടായി. അതിന്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റു കാര്യങ്ങൾക്കുമായി അയാളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. പുലിപ്പല്ല് കേസിൽ വീഴ്ച സംഭവിച്ചെന്ന് ഭരണ പ്രതിപക്ഷങ്ങൾ അഭിപ്രായപ്പെട്ടതോടെ വനംവകുപ്പിനെതിരെ ഉയരുന്നത് കടുത്ത വിമർശനമാണ്. ലഹരിക്കേസിൽ തെറ്റ് സമ്മതിച്ചതും ആവർത്തിക്കില്ലെന്ന് പരസ്യമാക്കിയതും വേടനുള്ള സ്വീകാര്യത കൂട്ടി. എന്നെ കണ്ട് ഇതാരും പഠിക്കരുത്. ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ. കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ കൊച്ചുമക്കളെ, ഞാൻ പുകവലിക്കും കള്ളുകൂടിയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കും. എന്റെ ജോലിയാണല്ലോ മാഷേ അത്. പാട്ട് എഴുതുക, വിപ്ലവ പാട്ടുകൾ ഇനിയും വരും, പ്രേമപാട്ടുകളും ഉണ്ടാവാനിടയിൽ എല്ലാവരും പാട്ട് കേൾക്കുക. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. മൂർച്ചയുള്ള പാട്ടുകളുമായി വരുമെന്ന ആത്മവിശ്വാസത്തോടെയുള്ള വേടന്റെ വാക്കുകൾക്ക് സമൂഹ മാധ്യമത്തിൽ വൻ കയ്യടിയും ഉയരുന്നു. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. തൃശ്ശൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ വീട്ടിലെ മോട്ടോർ നന്നാക്കുന്നതിനിടെയാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചത്. വടക്കേക്കാട് സ്വദേശി ഫക്രുദ്ദീനാണ് മരിച്ചത്. 19 വയസ്സാണ്. അതോടൊപ്പം നടിമാരുടെ നഗ്നചിത്രം പ്രചരിപ്പിൽ കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ നടിമാരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായിട്ടുണ്ട്. കരുമാലൂർ സ്വദേശി ശരത് ഗോപാലിനെയാണ് പോലീസ് പിടികൂടിയത്.
ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാൻ ശ്രമമുണ്ടായെന്ന് പ്രശസ്ത നർത്തകിയും കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലറുമായ മല്ലിക സാരാഭായ് പറഞ്ഞു. എന്നാൽ എതിർപ്പുകൾ തള്ളി ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിൽ നടത്തിയ പരിപാടിയിൽ മല്ലിക സാരാഭായ് പങ്കെടുത്തു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമെന്ന് മല്ലിക സാരാഭായ് 24-നോട് പറഞ്ഞു. സാറ ജോസഫ് അടക്കമുള്ള സാംസ്കാരിക നായകരാണ് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂരിൽ ഇന്ന് പരിപാടി സംഘടിപ്പിച്ചത്. ആശാപ്രവർത്തകർക്ക് 1000 രൂപ വീതം പൗരസമിതി നൽകുന്നതാണ് പരിപാടി. സമരത്തെ അനുകൂലിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ തുനിഞ്ഞതോടെ താൻ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടരുതെന്ന തരത്തിൽ പലയിടത്തു നിന്ന് സന്ദേശങ്ങൾ കിട്ടിയെന്നാണ് മല്ലിക സാരാഭായ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കലാമണ്ഡലത്തിലെ ചാൻസലർ എന്ന പദവിയുള്ളപ്പോൾ അഭിപ്രായ പ്രകടനത്തിന് വിലക്കുണ്ടത്രേ. പക്ഷേ തനിക്ക് താനാകാനേ കഴിയൂവെന്നും കുറിച്ചു. പരിപാടിയിൽ നിന്ന് താൻ പിന്നോട്ട് പോവില്ലെന്ന് രാവിലെ മല്ലിക സാരാഭായ് 24-നോട് പറഞ്ഞു. 2 മണിക്ക് ശേഷം നടന്ന പരിപാടിയിൽ ഓൺലൈനായി 1000 രൂപ ആശാ വർക്കർമാർക്ക് നൽകി നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പരിപാടിയിൽ മല്ലിക സാരാഭായിയുടെ സന്ദേശവും വായിച്ചു. മല്ലിക സാരാഭായ് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിനോട് പ്രതികരിച്ചതെന്ന് ആലോചിക്കണം. അവരൊരു സ്ത്രീയാണ്. അവർക്ക് ഈ ആശാ വർക്കർമാരുടെ ഇത്ര ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെക്കുറിച്ചിട്ടും അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ടും അതിനോടെടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ഇതല്ല വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവാം. അതിപ്പോൾ മല്ലിക സാരാഭായിക്ക് മാത്രമല്ല, ഒരുപാട് ഹൃദയമുള്ള മനുഷ്യർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. മല്ലിക സാരാഭായിയുടെ വെളിപ്പെടുത്തലിനോട് പക്ഷേ CPIMO സംസ്ഥാന സർക്കാരോ പ്രതികരിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 43 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ച് ആശാ വർക്കേഴ്സ്. രാപകൽ സമരയാത്രയുടെ പശ്ചാത്തലത്തിലാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന രാപകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നടന്നു. തൊഴിലാളി ദിനത്തിൽ ആശാ വർക്കേഴ്സ് മെയ്ദിന റാലിയും സംഘടിപ്പിച്ചു. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ രേഖകൾക്കായി ED ഇനിയുമേറെ കാത്തിരിക്കണം. SFIO കുറ്റപത്രത്തോടനുബന്ധിച്ചുള്ള 4 ലക്ഷത്തിലേറെ രേഖകളുടെ പകർപ്പെടുക്കാനുള്ള അസൗകര്യത്തെ തുടർന്നാണ് ഇത്. രേഖകൾ കിട്ടുന്നത് വൈകിയാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് EDക്ക് പ്രതിസന്ധിയാകും. 25,000 പേജുകളടങ്ങിയ അനുബന്ധ രേഖകളാണ് കുറ്റപത്രത്തിനൊപ്പം SFIO സമർപ്പിച്ചത്. ഇതിന്റെ പകർപ്പ് ED ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. അനുബന്ധ രേഖകളുടെ പേജുകളുടെ ബാഹുല്യം കാരണം കോടതിയിൽ പകർപ്പെടുക്കാൻ സൗകര്യമില്ലെന്ന് വിചാരണ കോടതി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. പകർപ്പെടുക്കുന്നതിനായി ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അടക്കം കൊണ്ടുവരാമെന്ന് ED അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടിയെടുക്കാൻ വിചാരണ കോടതി തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ കേസിലെ ED അന്വേഷണം തടസ്സപ്പെടും. നേരത്തെ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് വിചാരണ കോടതി EDക്ക് കൈമാറിയിരുന്നു. തുടർന്ന് അനുബന്ധ രേഖകൾ കൂടി നൽകണമെന്ന് ED ആവശ്യപ്പെടുകയും ചെയ്തു. കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കുവൈറ്റിൽ നഴ്സസായ മലയാളി ദമ്പതികളെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അബ്ബാസിയിലെ താമസ സ്ഥലത്താണ് സൂരജിനെയും ബിൻസിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈസ്റ്റർ ആഘോഷിക്കുന്നതിനായി കണ്ണൂരിലെ വീട്ടിലെത്തിയ സൂരജ് കഴിഞ്ഞ ആഴ്ചയാണ് മടങ്ങിയത്. സംഭവത്തിന് 1 മണിക്കൂർ മുൻപ് സൂരജ് അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. ഈസ്റ്റർ ആഘോഷത്തിന് ശേഷമാണ് എറണാകുളം സ്വദേശി ബിൻസി മടങ്ങിയത്. ദമ്പതികളുടെ 2 മക്കളും എറണാകുളത്തെ ബോർഡിംഗ് സ്കൂളിലാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇരുവരും. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 24 ഗ്ലോബൽ കണക്ട് എഡ്യൂക്കേഷൻ എക്സ്പോ നാളെയും മറ്റന്നാളും കൊച്ചിയിൽ നടക്കും. ഫോറം മാളിൽ നടക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. വിവിധ കോഴ്സുകൾ, അഡ്മിഷൻ ഓപ്ഷനുകൾ, കരിയർ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകൾ നടക്കും. ന്യൂസിലാൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കൗൺസിലർമാരുമായി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സംശയ നിവാരണം നടത്താം. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ കോടതിയുടെ അനുമതി. റാണയുടെ മുൻകാല ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കാനാണ് പരിശോധന. കോട്ടയം കുമരകത്തെ റിസോർട്ടിൽ രഹസ്യയോഗം ചേർന്ന RSS അനുഭാവികളായ 18 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. ഭരണപരമായ സൗകര്യത്തിനെന്ന പേരിലാണ് സ്ഥലം മാറ്റം. രഹസ്യയോഗം ചേർന്ന സംഭവം ഗൗരവതരമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പോലീസുകാർക്കെതിരെ നടപടി. പ്രതികളെ പിടികൂടുന്നതിലടക്കം വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി.
ഇസ്രായേലിലെ ജെറുസലേമിൽ കാട്ടുതീ പടരുന്നു. 3000-ഓളം ഏക്കർ പ്രദേശം കത്തിനശിച്ചു. ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നഴ്സിനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഭർത്താവിലേക്ക്. കൊല്ലപ്പെട്ട ചിത്രയും ഭർത്താവ് രാജേഷും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പോലീസ്. യുക്രൈനുമായി ചരിത്രപരമായ ധാതു കൈമാറ്റ കരാർ ഒപ്പിട്ട് അമേരിക്ക. അപൂർവ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള ലാഭവും റോയൽറ്റിയും യുക്രൈൻ പങ്കുവയ്ക്കും. മലയാളി താരം വിഘ്നേഷ് പുത്തൂർ IPL നിന്ന് പുറത്ത്. കാലിനേറ്റ പരിക്കാണ് മുംബൈ ഇന്ത്യൻസ് താരത്തിന് തിരിച്ചടിയായത്. ഈ സീസണിൽ അരങ്ങേറ്റം കുറിച്ച മലപ്പുറം സ്വദേശിയായ വിഘ്നേഷ് 5 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുകയാണ്.